എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ അരി അരയ്ക്കുകയോ പൊടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അരിപ്പൊടി കൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഈ വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇത് പൊട്ടിക്കുമ്പം തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണെന്ന്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുതേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അതൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പഞ്ചസാരയുടെ അളവും മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി പഞ്ചസാര മധുരം ആയിട്ടുള്ള അച്ചപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അതൊരു 2 കപ്പാണ് 250 ml കപ്പിൽ ഞാൻ എടുക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് അതിനനുസരിച്ച് വേണം, ആ കപ്പിനനുസരിച്ച് നമുക്ക് അളന്ന് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എടുക്കണേ. അപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങ ഞാൻ ചിരണ്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു 1/2 കപ്പ് പാലും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് ഞാൻ ഒന്നുകൂടി നമ്മുടെ ബാറ്റർ അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. ഒരു 1.25 ടേബിൾ സ്പൂണോളം എള്ള് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എള്ള എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി വെച്ചിട്ട് അന്നേരം തന്നെ നമുക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോഴത്തേന് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല, അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേ രീതിയിലാണ് മാവിരിക്കേണ്ടത്. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചതിനകത്തോട്ട് നമ്മൾ അച്ച് മുക്കി വെച്ചിട്ടുണ്ട്. അച്ച് ഇത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇരുമ്പിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നാൾ ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ അച്ചൊക്കെയാണ് 2-3 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഒന്ന് ഫ്ലോപ്പായി പോവും. പക്ഷേ എന്നാലും 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഓക്കെ ആയിട്ട് വന്നോളും. ഇതിപ്പം ഇതേ രീതിയിലുള്ള അച്ചാണ്. ഓരോ അച്ചപ്പത്തിൻ്റെ അച്ചിനും ഓരോ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ അച്ചപ്പത്തിൻ്റെ. അപ്പോൾ ഓരോ അച്ചപ്പം ഉണ്ടാക്കി നമ്മൾ എണ്ണയ്ക്കകത്ത് മുക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മുടെ അച്ച് ഒന്നുകൂടെ മുക്കിയിടണം എണ്ണയ്ക്കകത്ത്. ഒന്നുകൂടെ അച്ച് ചൂടായതിന് ശേഷം മാത്രമേ അടുത്ത അച്ചപ്പം നമ്മൾ ബാറ്ററിനകത്ത് മുക്കിയിടാവുള്ളൂ. അപ്പോൾ ഈ അച്ച് മുക്കുമ്പോൾ നമ്മളൊരു സൗണ്ട് കേൾക്കും നമ്മൾ ഈ മാവിനകത്ത് മുക്കുമ്പോൾ. അതുപോലെ ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ അച്ചപ്പം കറക്റ്റായിട്ട് വരുന്നത്. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് അച്ചപ്പം ഇട്ടതിന് ശേഷം പിന്നെ ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താണ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു മൂപ്പും കൂടെ മൂക്കും, അപ്പം കറക്റ്റ് പാകമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ തന്നെ ഒരു ട്രിപ്പിൽ 3 എണ്ണം വീതമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അച്ചപ്പം മുഴുവൻ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ അച്ചപ്പം മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മുടെ അച്ചപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അളവിൽ ഒരു 40 അച്ചപ്പത്തോളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒട്ടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചവയ്ക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് തോന്നിക്കുന്ന രീതിയിലുള്ള അച്ചപ്പമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതായത് കയ്യിലിട്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴത്തേന് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അതേ രീതിയിൽ സോഫ്റ്റ് പോലത്തെ
അച്ചപ്പമാണേ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തയ്യാറാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കാം. വളരെ പെട്ടെന്ന് നമുക്കൊരു 10-15 മിനിറ്റ് മതി ബാറ്റർ തയ്യാറാക്കി ഇത് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അരി അരയ്ക്കുകയോ പൊടിക്കുകയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്നും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റുള്ള അച്ചപ്പമാണ്. നല്ല ക്രിസ്പിയും നൈസായിട്ടുള്ള അച്ചപ്പമാണ്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ലോഗ്സും ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.